നിങ്ങളൊരു പക്ഷേ ബൈക്കുകൾ ഓടിക്കുന്ന വ്യക്തിയാവാം, പക്ഷേ ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടുതലായ വണ്ടികളിൽ ഒന്നാണ് ഈ BMW K1600. ഒരു പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല, പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്കും. കവാസാക്കി ZX10R-നേക്കാളും 151 കിലോ, റോയൽ എൻഫീൽഡ് ക്ലാസിക്കിനേക്കാളും 185 കിലോ, R15 V4-നേക്കാളും 238 കിലോ, പിന്നെ ഏറ്റവും കൂടുതലുള്ള ഹീറോ സ്പ്ലെൻഡർ പ്ലസിനേക്കാളും 268 കിലോ കൂടുതലാണ് ഈ ഒരു ബൈക്ക്. അതായത് ഏകദേശം ഒരു 3 സ്പ്ലെൻഡറിൻ്റെ വെയിറ്റ് പോലും നിങ്ങൾ ഒന്നിച്ച് കൂട്ടിയാലും ഈ ഒരു ബൈക്കിൻ്റെ അത്ര പോലും എത്തില്ല. ഇനി ഈ ഒരു വലിയ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1649 cc ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. 160 ഹോഴ്സ് പവറും 180 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ 0 to 100 ഈ വണ്ടി ചെയ്യുന്നത് ഏകദേശം വെറും 3.5 സെക്കൻഡിന് ഉള്ളിലാണ്. ഇത്രയും വലിയൊരു വണ്ടിക്ക് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണുന്നത് ഫുൾ LED ഹെഡ്ലൈൻസ് ആണ്. അതുപോലെ തന്നെ ഇത് അഡാപ്റ്റീവും കോർണറിങ് ഹെഡ്ലൈറ്റ്സ് അടക്കം വരുന്നൊരു സാധനമാണ്. 10.25 ഇഞ്ചസ് TFT ഡിസ്പ്ലേ ആണ് ഈ ഒരു വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ 3 റൈഡിംഗ് മോഡ്സ്, റെയിന്, അത് റോഡ്, ഡൈനാമിക്, ഈ 3 റൈഡിംഗ് മോഡ്സ് ആണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുകൂടാതെ തന്നെ GPS, നാവിഗേഷൻ, ബ്ലൂടൂത്ത്, എന്തിന് റേഡിയോ വരെ ഈ ഒരു വണ്ടിക്കകത്ത് ലഭ്യമാണ്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ റൈഡർ സീറ്റും പിലിയൻ സീറ്റ്സും ഹീറ്റഡ് ആണ് വരുന്നത്. അതുകൂടാതെ തന്നെ 8 സ്പീക്കർ അടങ്ങുന്ന ഒരു വലിയൊരു സ്റ്റീരിയോ സിസ്റ്റം തന്നെ ഈ ഒരു ബൈക്കിലുണ്ട്. പിന്നെ ഈ ഒരു വണ്ടീൻ്റെ വലിയ വിൻഷീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.